കരുവന്നൂർ തട്ടിപ്പ് കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനധികൃത വായ്പകൾക്ക് സമ്മർദ്ദം ചെലുത്തിയവരിൽ മന്ത്രി പി രാജീവ് അടക്കമുള്ള സിപിഎം നേതാക്കളുണ്ടെന്ന മൊഴി ലഭിച്ചു. ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇഡി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്താത്ത വൻ സ്വത്ത് വകകൾ സിപിഎമ്മിനുണ്ട് എന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ബിനിൽ ചേരുന്നു നമുക്കൊപ്പം. ബിനിൽ, മന്ത്രി പി രാജീവിലേക്കടക്കം ആരോപണങ്ങൾ നീളുന്നു. സിപിഎം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണോ? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട നേരത്തെ നിരവധി സിപിഎം നേതാക്കളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും മന്ത്രി പി രാജീവ് ഇതിൽ ഇടപെട്ടുവെന്ന പുതിയ വിവരമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അവർ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂല രൂപത്തിൽ തന്നെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത് എന്നതാണ് അതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കേസിൽ മാപ്പുസാക്ഷിയായിരിക്കുന്ന കരുവന്നൂർ ബാങ്കിന്റെ മുൻ സെക്രട്ടറി സുനിൽ കുമാറാണ് ഈ സുപ്രധാന മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് ഇഡി കോടതിയെ അറിയിച്ചിരിക്കുന്നത്. 1 ഡസനിലേറെ സിപിഎം നേതാക്കളുടെ പേരുകളാണ് ഈ അനധികൃതമായി വായ്പ നൽകുന്നതിന് സമ്മർദ്ദം ചെലുത്തിയവരുടെ പട്ടികയിൽ ഇഡി ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ മുൻമന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടിയുടെയും AC മൊയ്തീന്റെയും അടക്കമുള്ള പേരുകളുമുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം എന്നത് സിപിഎമ്മിന് വെളിപ്പെടുത്താത്ത സ്വത്തുക്കളുണ്ട് എന്നുകൂടി ഇഡി കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ്. പ്രതിപക്ഷ തന്നെ അക്കാര്യം വ്യക്തമാണ് എന്നാണ് ഇഡി സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി സമർപ്പിച്ചിരിക്കുന്ന രേഖകളിലൊന്നും തന്നെ ഇല്ലാത്ത സ്വത്ത് വിവരങ്ങളാണ് കരുവന്നൂർ ബാങ്കിലെ കണക്കുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. പാർട്ടിക്ക് ഇവിടെ നിരവധി അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ എന്താണെങ്കിലും കരുവന്നൂർ തട്ടിപ്പ് കേസിൽ സിപിഎം കൂടുതൽ പ്രതിരോധത്തിലാകുന്നു. മന്ത്രി പി രാജീവ് അടക്കമുള്ള നേതാക്കൾക്കെതിരെ നീക്കം നടക്കുന്നു. ഇഡിയുടെ നേതാക്കളെല്ലാം പ്രതിരോധത്തിലാകുന്നു. ബിനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.